2006 ജൂലൈ 9 ലോകകപ്പിന്റെ ഫൈനൽ വേദികളിൽ നേർക്കുനേർ ശക്തരായ ഫ്രാൻസും ഇറ്റലിയും തമ്മിലുള്ള പോരാട്ടം ലോക കാൽപന്തിന് കൊട്ടിക്കേറിയ നിമിഷമായിരുന്നു അത്. ഫുട്ബോളിന്റെ കപ്പിനും ചുണ്ടിനുമിടയിലെ ജീവമരണ പോരാട്ടമാകുന്ന കളിയുടെ ഫുൾ ടൈമിൽ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ കഴിഞ്ഞില്ല. പിന്നീട് എക്സ്ട്രാ ടൈമും കടന്ന് 108 മിനിറ്റിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ ക്യാമറ കണ്ണുകളും സിദാന്റെ തലകൊണ്ട് നെഞ്ചിലിടി വാങ്ങി തറയിൽ കിടക്കുന്ന ഇറ്റാലിയൻ ഡിഫൻഡർ മറ്റരാസിയിലേക്ക് എത്തി. ഉടൻ തന്നെ കളി അവസാനിപ്പിക്കുന്ന നിമിഷത്തിൽ റഫറി സിദാന് നേരെ റെഡ് കാർഡ് എടുത്ത് ഉയർത്തിപ്പിടിക്കുന്നതോടെ ഒരു നിമിഷം കണ്ടുനിന്ന പ്രേക്ഷകർക്ക് നിശബ്ദരാകേണ്ടി വന്നു. തങ്ങളുടെ നായകനും പ്രതീക്ഷയും തളയ്ക്കപ്പെട്ട നിലയിൽ ലോക കിരീടത്തിനരികിൽ നിസ്സഹായകരായി നിൽക്കുന്ന തളർന്നു വീണ ഫ്രഞ്ച് പടയാണ് അന്ന് ലോകം കാണുന്നത്. കളിമതിയായി തലകുണിച്ച് ലോക കിരീടത്തിനരികിലൂടെ സിദാൻ എന്ന 10ാം നമ്പറുകാരൻ നടന്നു നീങ്ങുന്നതും പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇറ്റലി 5-3 ഫ്രാൻസിനെ വീഴ്ത്തി കിരീടം ചുംബിച്ചതും ലോകം കണ്ടതാണ്. മറ്റരാസി ഇറ്റലിയുടെ ഹീറോ ആയ രാത്രിയിൽ സ്വപ്നങ്ങളുടെ കലം പടിവാതിൽ തട്ടിയിട്ട സിദാനെ ഫ്രഞ്ച് ലോകം പരിഹാസമില്ലാതെ നോക്കി നിന്നു. പിന്നീട് ലോക ഫുട്ബോളിന് അതൊരു ഉഗ്ര ചരിത്രമായി മാറുകയും ചെയ്തു.